Hi, good morning guys. Good morning. Hi, ചായ കിട്ടാ എവിടെയാണ് ഞങ്ങൾക്ക് എനിക്ക്? Oh, thank you. സ്വീറ്റ് കിട്ടിയൻ. എല്ലാവരും എണീറ്റും തോന്നുന്നു. ഈ ബേർഡ്സിനെ കാണാൻ പോയ രാവിലെ 6 മണിക്ക് സൈക്കിൾ എടുത്തിട്ട് എവിടെ പോകുമെന്ന് പറഞ്ഞല്ലോ. സൈക്കിൾ വന്നില്ലേ? പാവോ, സൈക്കിളുമായിട്ട് ബേർഡ്സിനെ കാണാൻ പോവാൻ തിന്നവനാ ഇറങ്ങിപ്പോയി. ടീ കിട്ടി ഗൈസ്. ഗുഡ് മോർണിംഗ്. കണ്ണ് തുറക്കുന്നില്ല. നമ്മൾ ടീ കുടിച്ചിട്ട് നമ്മൾ ബേർഡ്സിനെ കാണാൻ വേണ്ടി പോകും. ഇതിനകത്ത് തന്നെയാണ് ബേർഡ് സാഞ്ചുറിയോ അല്ലേ? പിന്നെ എന്റെ തലേന്ത് ദേവിയായി ഇതടക്കരുതേ. ഹായ് ഗൈസ്, നമ്മൾ രാവിലെ റെഡിയായി. സൈക്ലിങ് നടന്നില്ല, അത് നമുക്ക് ഈവനിങ് പോവാം. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. 10 മണി വരെ ഉള്ളൂ, ഇപ്പോൾ 9:30 ആയി. മിക്കവാറും അത് തീർന്നിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ കാറെടുത്ത് പുറത്ത് പോയി തിന്നും. ഫുഡ് തരുമല്ലേ? ഭയങ്കര പ്രീമിയം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കിട്ടും. അതിൻ്റെ ഡ്രസ്സ് ഉണ്ടോ? ഹായ് സുഡിയോ, നൈസ് അല്ലേ? ശങ്കുൻ്റെ അത് തന്നെ. നമ്മൾ പുറത്ത് പോകണം. ഇവിടെ ഇനി ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ബേർഡ്സിനെ കാണാൻ സാധിച്ചില്ല. ബേർഡ്സിനെ കാണാൻ നമ്മൾ ഇനി നാളെ രാവിലെ പോകും. രാവിലെ എണീക്കുന്നത് നമ്മൾ. എന്നിട്ട് ഇപ്പം പുറത്ത് പോകണം അല്ലേ ശങ്കു? പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോകണം. അല്ല, പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അയ്യോ, ശങ്കുന് പിടിതൊക്കെ ഇത് ഭംഗിയത്. പുതിയ ഫോൺ മേടിച്ചു തന്നുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി പറയാറുണ്ട്. അയണിച്ചക്ക മരത്തിന്റെ മൂട്ടിക്കൊണ്ട് ഒരു വണ്ടി ഇട്ടിട്ട് വണ്ടി മൊത്തം ചക്കയായി. ഇപ്പൊ വണ്ടി ക്ലീൻ ചെയ്യുന്ന സംഘു. 10:30 ഫുഡ് മേടിച്ചിരാന്നും പറഞ്ഞ് ഈ വണ്ടി കയറ്റിയതാണ്. 12:30 ആയി. ഏതോ ന്യൂയോർക്കിൽ കൊണ്ടുപോകാന്നും പറഞ്ഞ എന്നെ ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് എന്റെ തല അമേരിക്ക എന്തോ എത്തി കാണിച്ചു. നമ്മള് കഴിക്കാൻ പോണ ദൈവമേ, വായിലും മൂക്കിലും വെള്ളം കയറുന്നു. ഇവിടെ ആരും കിട്ടിയാ കഴിക്കാൻ. ഓരോന്നിനും ഓരോ പേരാട്ടോ. ശങ്കുന്റെ ന്യൂയോർക്കിൽ നിന്ന് ചോറ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ വേറെ ചോറുള്ള സ്ഥലത്ത് തിരക്കി പോകുന്നത്. ഫിഫ മീൽസ് കഴിക്കണേ നമ്മൾ ഫിഫയിൽ പോകണം. ഇവിടെ നമുക്ക് പൊറോട്ടയൊക്കെ കിട്ടുള്ളൂ. വി ആർ ഗോയിങ് ടു ഫിഫ. അവിടെ ചെല്ലുമ്പോൾ അവിടെ പറയും ഇവിടെ ഒന്നുമില്ല സാർ, ഇവിടെ ഹോളിഡേ ആണ്. എന്തായാലും കൊല്ലു. ദുബായിലേക്ക് പോകും, അവിടെ എല്ലാം കിട്ടും. മെത്തി ശങ്കു ഇവിടെ ഫോട്ടോ ഇട്ടു അങ്ങോട്ട് വന്നിട്ട്. ചൂടല്ലേ? മഴയുള്ള സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ അപ്പൊ വായിലും മൂക്കിലും വെള്ളം കയറുമായിരിക്കും. ഇപ്പൊ തന്നെ കിട്ടുമായിരിക്കും അല്ലേ? ആരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സീസൺ അല്ലേ അത്. ഇവിടെ ഒരു കോഴി പക്ഷിപ്പനി എന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അതായിരിക്കും. അത് നമ്മൾ ഫിഷാ വാങ്ങിച്ചത്. ഊണ് വേണ്ടെന്നും പറഞ്ഞ് മേടിച്ചിട്ട് അമ്മിരുന്നതും കഴിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റൂമിലാകും കാണിക്കാട്ടാ. ഓപ്പൺ ചെയ്യും. ഇതാണ് CV കോട്ടേജ്. CV കോട്ടേജ്, കനാൽ വ്യൂ കോട്ടേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തായാലും റൂമിനകം കാണിക്കാം.
ജനൽ വഴി നോക്കിയാലും കനാല് കാണാൻ പറ്റും. താപത്തില്ലെങ്കിൽ വേറെ പലതും അവസ്ഥയാണ്. അടുത്ത റൂമൊക്കെ കാണാം ഇവിടെ. തറയിലൊക്കെ തടിയാണ് കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി സൗണ്ട് കേൾക്കാം. പിന്നെ ഇവിടെ ടി വി പേരൊക്കെ എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് ടി വിയാണ്. നമ്മൾ സാധാരണ എല്ലായിടത്തും ഇരുന്നാലും അവിടുത്തെ ഒരു കേബിൾ ടി വി ആയിരിക്കും, അത് കിട്ടത്തുമില്ല. പക്ഷെ ഇവിടെ സ്മാർട്ട് ടി വിയാണ്. പിന്നെ അതെ ഇവിടെ ഒരു കുഞ്ഞു സോഫ. ഇവിടെ ഒരു ഇതിനെന്താ പറയുക, 10,000. അതിനകത്ത് നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു കബോർഡ്, മിററ്, വെള്ളം ബോട്ടിൽ, ഗ്ലാസ് ബോട്ടില്ല, കെറ്റില് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കബോർഡിനകത്ത് ലോണ്ടറി ബാഗ്, ഒരു അഡീഷണൽ പില്ലോ, ഷൂ, പിന്നെന്താ ഒരു അമ്പർല. അത് നമുക്ക് മഴയോ നല്ല വെയിലൊക്കെ വരണമെങ്കിൽ പോകാം. മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സൂപ്പറായിരുന്നു കാണാൻ, പക്ഷെ മഴയില്ല. പിന്നെ വാഷ്റൂം ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡെൻ്റൽ കിറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ, അലോവേറ, പിന്നെ അകത്തും ഷവർ ക്യാപ്പ് സംഭവങ്ങൾ അതെല്ലാം ഉണ്ട്. ബാത്റൂം വളരെ കുഞ്ഞാണ്, പക്ഷെ സൂപ്പറാണ്, ഒത്തിരി നീറ്റായിട്ടുണ്ട്. ഇതൊക്കെയാണ് റൂമല്ല സൂപ്പർ. ഇവിടെ ഏറ്റവും സൂപ്പർ ഇവിടുത്തെ ഔട്ട്ഡോറാണ്, നമുക്ക് കാണാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ചു ഇങ്ങനെ പോവാണ്. അപ്പം നമ്മൾ ഇതുവരെ ഏത് റിസോർട്ടിലാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ റിസോർട്ടൊക്കെ ചൂസ് ചെയ്തതും ബുക്ക് ചെയ്തതും എല്ലാം ശംഖു സർപ്രൈസ് ആയിട്ടായിരുന്നു. അപ്പോൾ ശംഖു പറയും, പറ. വാട്ടർ സ്കേപ്സ് അതാണ് റിസോർട്ടിന്റെ പേര്. ആലപ്പുഴ അല്ല, കോട്ടയം സൈഡാണ്. കോട്ടയം സൈഡ്. ആലപ്പുഴ അപ്പുറത്ത്, കോട്ടയത്ത് വഴിയാണ് വരുന്നതൊക്കെ. പക്ഷേ ഓരോരോ കോട്ടേജുകളാണ്, സെപ്പറേറ്റ് ആയിട്ട്. അതും തൊട്ട് അടുത്തടുത്തല്ല, ഇച്ചിരി ഉണ്ട്. ഇങ്ങനെ ഗ്യാപ്പിട്ട് അതിനിടയിൽ ഓരോ കനാലും ഇങ്ങനെ ഉണ്ട്. നമ്മൾ കനാൽ വ്യൂ, പിന്നെ അല്ലാതെ ലേക്ക് വ്യൂ ഉണ്ട്, പിന്നെ സുപ്പീരിയർ ലേക്ക് വ്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് വേമ്പനാട്ട് കായൽ കണ്ടുകൊണ്ട് ഉറങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെ ഉറങ്ങാം, ചെറിയ കനാൽ കണ്ടിട്ട് ഉറങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള പക്ഷെ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൂന്നാറിൽ പോയി, ഒരു മിനിറ്റ് സോറി, നമ്മൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് പോയിട്ട് പറയുന്നില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രീമിയമാണ്. ഒരു ദിവസത്തേക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ സൈക്ലിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്, നമുക്ക് അതിലൊന്നും പോകാൻ പറ്റിയില്ല. അതിനൊക്കെ പോകാൻ പറ്റുന്നവർക്ക് നല്ലതായിരിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ട് കോംപ്ലിമെന്ററി ഇട്ടിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ടിക്കറ്റ് 100 രൂപ എൻട്രി. അതുപോലെ മഴയുള്ള സമയത്തൊക്കെ വരിക, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിൽ വന്നാൽ നൈസായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വെയിലായതുകൊണ്ട് നമുക്ക് ബോട്ടിലൊന്നും പോകാൻ പറ്റുന്നില്ല. സൈക്കിളായാലും എല്ലാം ഒരു 4 മണി സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതിപ്പോൾ സമയം 5 മണിയായെന്ന് തോന്നുന്നു. എന്നിട്ട് തന്നെ നല്ല വെയിൽ, അപ്പം ഒന്നും നടന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നു. പക്ഷേ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഒരുപാട് ബഹളം ഇല്ല, ഒന്നുമില്ല. പിന്നെ ഫുഡ് എല്ലാം നൈസായിരുന്നു. പക്ഷെ ഇച്ചിരി എല്ലാം പ്രീമിയം ആണ്, എല്ലാം പ്രീമിയം. ചായ തന്നെ 100 സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അത് പക്ഷെ അതിൽ നിന്നും റേറ്റ് കുറച്ചിട്ടാണ് അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയും ബുക്ക് ചെയ്യാം. വലിയ റേറ്റ് കുറവൊന്നുമില്ല, 1000 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ട് വന്നത്. റേറ്റ് അതിൽ നോക്കി, റേറ്റ് നമ്മൾ പറയുന്നില്ല, ഓരോന്നിന്റെ റേറ്റ് നിങ്ങൾ അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പൈസ തന്നില്ല, പ്രൊമോഷനെ അല്ല നമ്മൾ അപ്പം നിങ്ങൾ അതിൽ നോക്കിയാൽ നമ്മൾ അങ്ങനെ റേറ്റ് പറയുന്നില്ല. പിന്നെ ചിലപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ കുറഞ്ഞാലും നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ട് പല റേറ്റാണ്, സീസൺ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ വന്ന് നമ്മൾ ഇവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ ചവിട്ടാൻ പോകുന്നു. അങ്ങോട്ട് പിന്നെ നിനക്ക് നല്ല സൈക്കിൾ വരും ഇവിടെ നിന്ന്. അങ്ങനെ പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നൈസ് സ്ഥലം, അടിപൊളി. ഇതാണ് ഗൈസ് ഞങ്ങൾ ചവിട്ടാൻ പോകുന്ന സൈക്കിൾ. ശംഖു കീ മേടിക്കാൻ പോയി. ഞാനാണെങ്കിൽ കുറച്ച് നാളായി സൈക്കിളൊക്കെ ചവിട്ടിയിട്ട്. എന്തായാലും നോക്കാമല്ലേ, ബാക്കിൽ ഇരിക്കാനും പറ്റത്തില്ല, നടന്നു വേണ്ടി വരുന്നു. നമ്മൾ സൈക്കിൾ സ്വന്തമാക്കി. സാഹസികമായിരിക്കും, തോട്ട് വീഴുന്നതോന്ന്. അങ്ങോട്ട് പോ, പുറത്തോട്ട് പോ. അവിടെ കറങ്ങി വരാം, വെളിയിൽ പോവാം. പറ്റുന്നില്ല, ചവിട്ടാൻ പറ്റത്തില്ല. ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ അല്ല, സൈക്കിൾ എടുക്കുമെന്ന് വിചാരിച്ചിട്ട ഡ്രസ്സ് അല്ലല്ലോ.
ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഔട്ട് സൈഡ് വ്യൂ. ഇവിടെയും കനാൽ, ഇവിടെയും കനാൽ. ഭയങ്കര എക്സ്പീരിയൻസ്. ഇപ്പം നമുക്ക് സൈക്കിൾ കിട്ടിയതേ. ഓയ് ഞങ്ങൾ സൈക്കിളിൽ ഒരു റൗണ്ടൊക്കെ പോയിട്ട് വന്ന് എല്ലായിടത്തും പോയി സൈക്കിളിൽ പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട് നമ്മുടെ വീട്ടിൽ സൈക്കിൾ പാർക്ക് ചെയ്ത്. ഇനി നമ്മളൊരു നൈറ്റ് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ സൈക്കിൾ അങ്ങ് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. വാ. കാർ വരുമായിരുന്നു. ഓ കാറിടാൻ സ്ഥലം ഉണ്ടായിരുന്നു. കാറിലിങ് വന്ന മഴയൊക്കെ പെയ്തെങ്കിൽ ഭയങ്കര വ്യൂ ആയിരുന്നു അല്ലേ നോക്ക്. മഴയൊക്കെ സൂപ്പറായിരുന്നു ഇവിടെ നിന്ന് കാണാൻ. ആ ക്ലൈമറ്റ് ഇതിപ്പോൾ ഭയങ്കര ചൂട്, കാലൊക്കെ ചൂടായിരുന്നു. പക്ഷെ മഴ പെയ്തെങ്കിൽ നൈസായിരുന്നു തന്നെ. ഇനി മഴ വരുന്ന സമയത്ത് വരാട്ടാ. ശരിയടി. ഞങ്ങൾക്ക് പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ലാസ്റ്റ് നൈറ്റ് ഹിയർ. നമ്മൾ ഇന്ന് എന്താ കഴിക്കാൻ പോണ? നൂഡിൽസ്. ഇന്നലത്തെ സൂപ്പ് സൂപ്പറായിരുന്നതുകൊണ്ട് വീണ്ടും സൂപ്പും. പിന്നെ എന്താ പറഞ്ഞല്ലേ? ഞാനില്ലെന്ന് പറഞ്ഞു. വേറെന്താ പറഞ്ഞ? വേറെന്തോ ഷ്രിമ്പിന്റെ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി കഴിക്കാൻ പോകണം. കഴിക്കണ വീഡിയോ കാണിക്കട്ടെ. ഇന്നലെ സൂപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. എവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. സൂപ്പ് കോക്കനട്ട് ആൻഡ് സ്ട്രിം സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ. സ്ട്രിം ഇൻ കോക്കനട്ട് മിൽക്കോ അങ്ങനെ എന്തോ സംഭവം സൂപ്പറായിട്ടുണ്ട്. അതിന് ഒരു പുളിപ്പും കോക്കനട്ടിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെ. ഞാൻ അതിൻ്റെ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ പറയത്തില്ല, പക്ഷേ ഇത് സംഭവം സൂപ്പർ, ഒരു രക്ഷയില്ല. നിറയെ ശ്രിമ്പും നല്ല ടേസ്റ്റ്. ഫുഡ് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നമ്മുടെ നൂഡിൽസ് കിട്ടി, ചിക്കൻ നൂഡിൽസ്. കൊള്ളാം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇന്നലെ കഴിച്ചപ്പോൾ പക്ഷേ ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നി. പക്ഷേ ഇന്ന് ഇത് ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ടുപേർക്ക് കഴിക്കാൻ ഇത് തന്നെ ധാരാളം. ഇന്നും പിന്നെ ഞങ്ങളൊരു ശ്രിമ്പിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായി. വൈറ്റ് സോസിൽ കുക്ക് ഇല്ല, ബട്ടർ. ഒരു ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ആദ്യം വരുന്ന തോന്നിയാണ്. പ്രോൺസ് കൊള്ളാം, നല്ല പ്രോൺസ്. നല്ല പ്രോൺസ്. ഞാൻ കടിച്ചപ്പോഴത്തേക്ക് ആ വാലാണ് കടിച്ചത്, അതുകൊണ്ട് ആ വാലും കൂടെ വെത്തു. പറഞ്ഞു തന്നാലും ഞാനും ഇപ്പം തന്നെ ഞാൻ കടിച്ചെടുത്തപ്പോൾ ഫുള്ള് കടിച്ചു. നല്ല ടേസ്റ്റ്, വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്. നല്ല സൈസ് ഉണ്ട് പ്രോൺസ്. നൈസ്. ഇങ്ങോട്ട് പോണ ചങ്കു രാത്രി കുളിയല്ലോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഹായ് ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോകാനായിട്ടുള്ളതെല്ലാം പാക്കൊക്കെ ചെയ്ത്. അപ്പം നമ്മുടെ 2 days ആനിവേഴ്സറി വീഡിയോ അല്ലെങ്കിൽ ആനിവേഴ്സറി സെലിബ്രേഷൻ തീർന്നു. പിന്നെ അങ്ങോട്ട് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ തൽക്കാലമായി ഫുൾ സ്റ്റോപ്പ്. അപ്പം നമ്മൾ പോകാൻ ഇന്നലെ ഇവിടെ മഴ പെയ്തു, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. എനിക്കൊന്ന് നല്ല രാത്രിയാണ് പെയ്തത്. രാവിലെ വന്നപ്പം പുറത്തുണ്ടായിരുന്ന ചെയറിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഇന്നലെ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ എടുത്തിട്ട് പിന്നെ വന്ന് പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോണു. സാഡ് വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ്. എവിടെ ശംഖു? എവിടെ? ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.